കണ്ണൂർ ആറളത്ത് ഭീതി വിതയ്ക്കുന്ന മോഴയാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടികൾ തുടങ്ങി. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കണ്ണൂർ മഖ്ന എന്ന കാട്ടാനയുടെ ആരോഗ്യ നിരീക്ഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന കാട്ടാനയെ വേഗത്തിൽ പിടികൂടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ആറളത്ത് ദിവസങ്ങളായി ഭീതി വിതയ്ക്കുകയാണ് അക്രമകാരിയായ കണ്ണൂർ മഖ്ന എന്ന മോഴയാന. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് ഉൾവനത്തിൽ തുറന്നുവിടാനാണ് തീരുമാനം. മയക്കുവെടി വയ്ക്കുന്നതിന് മുന്നോടിയായി ആരോഗ്യ നിരീക്ഷണത്തിനായി വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവത്തറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് BN അഞ്ജൻകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വൈസറി കമ്മിറ്റിയും രൂപീകരിച്ചു. ആറളം ഫാമിൽ സ്ഥിരമായി മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയായി KM1 എന്ന് പറയുന്ന ഒരു മോഴയാന ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ തുടർന്ന് അതിന് ഒരു റിപ്പോർട്ട് ഇവിടുന്ന് തയ്യാറാക്കി ആ ആനയെ ലാർജർ ലാൻഡ്സ്കേപ്പിലുള്ള ഒരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ നിർദ്ദേശം ലഭിക്കുകയുണ്ടായി. ടീമെന്ന് പറയുന്ന ഒരു അഡ്വൈസറി കമ്മിറ്റിയാണ്. അഡ്വൈസറി കമ്മിറ്റിയിൽ ചെയർമാൻ CCF, പിന്നെ ലോക്കൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, DFO, ഒരു NGO ഉണ്ട്, പിന്നെ ഒരു വൈൽഡ് ലൈഫ് വെറ്റിനറി എക്സ്പെർട്ടുണ്ട്, വെറ്റിനറി ഡോക്ടർ. ഇവരുടെ പ്രവർത്തനം നാളെ മുതൽ തുടങ്ങുന്നതാണ്. ആദ്യം ചെയ്യുന്നത് ഈ മോഴയാനയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. നിരീക്ഷിച്ച് അതിൻ്റെ ഹെൽത്ത് മറ്റു കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച ശേഷം ഫർദർ നടപടികൾ ആരംഭിക്കുന്നതാണ്. ഒരാഴ്ചക്കിടെ 3 വീടുകളാണ് കാട്ടാന ആക്രമിച്ചത്. വാഴ ഉൾപ്പെടെയുള്ള കൃഷിവിളകളും നശിപ്പിച്ചു. നിലവിൽ ജനവാസ മേഖലയിൽ നിന്നും വനത്തിലേക്ക് കയറിയിരിക്കുകയാണ് കാട്ടാന. കൈരളി ന്യൂസ്, കണ്ണൂർ.